അല്ലാതമ്മാവാ ആവട്ടെ സാറേ, പെട്ടെന്ന് ആവട്ടെ സാറേ. പെട്ടെന്നാവുന്നില്ല, എന്റെ കഴിഞ്ഞിട്ട് താൻ കയറിയാ മതി. നിങ്ങൾ ആദ്യം വന്നാരാണ്? നിങ്ങൾ ആദ്യം വന്നാരാ? ഞാനാ സാറേ, നിങ്ങൾ ആരാ ആദ്യം വന്ന് തീരുമാനിക്കുന്നത്? ഞാനാ. എല്ലാവർക്കും വന്നോണ്ടേ പോണല്ലോ. പിന്നല്ലാതെ എന്താ സാറേ? എല്ലാവർക്കും അത്യാവശ്യക്കാരാ വന്നോണ്ട കാര്യങ്ങൾ നടത്തി കൊടുക്കണം പോലും. എന്റെ കേസും ഇയാളെവിടെ ഇടിച്ച് കയറി പോന്നെ? എന്താ പരിപാടിയാ? ഞാൻ നേരത്തെ വന്നിവിടെ ഒരു പേപ്പർ ഒന്ന് കൊടുത്താൽ മതി. ഏത് പേപ്പർ? അതെ, ഒരു ഒറ്റ പേപ്പറിന്റെ കേസ്. മനുഷ്യത്വം കാണിക്കട, അയാളെ കയറ്റി കൊടുക്കുക. ഒരു പേപ്പർ. എന്താ വേണ്ടേ? മറ്റേ എന്റെ കേസ് എന്തായി സാറേ? ഞാൻ പറയാം. ആ, നിങ്ങളുടെ പേരെന്താ പറഞ്ഞത്? സാറേ പുഷ്പൻ. 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 പുഷ്പന്റെ കുറെ നാളുകൊണ്ട് കാരണം എന്ന് പറയുന്നത് അറിയോ? ഇപ്രാവശ്യം വസ്തു എന്റെ പേരിലോട്ട് ആക്കിയിട്ട് വേണം കച്ചവടം നടത്താൻ. എന്നിട്ട് വേണം മോളെ കല്യാണത്തിന്റെ കേസ്. ബാധ്യതയുണ്ടോ? ബാധ്യതയില്ലേ? ബാധ്യത 2 സഹോദരിമാരുണ്ടായിരുന്നു, കെട്ടിച്ചു വിട്ടു. പിന്നെ അതൊന്നും ഒരു ബാധ്യതയല്ലല്ലോ സാറേ, കടമയല്ലേ. എടോ, ആ ബാധ്യത എനിക്ക് അറിഞ്ഞിട്ട് ഇപ്പൊ എന്താ ഉണ്ടാക്കാനാ? ബാധ്യത സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ലെങ്കിൽ ബാക്കി പോയി നിൽക്കുള്ളൂ. മെനക്കെടുത്തരുത് വെറുതെ. ഉണ്ട് സാർ, ഉണ്ട് സാർ. അല്ല, ഞാൻ നോക്കട്ടെ സാർ. ഇത് കരമടച്ചത്, പിന്നെ മുളക് 1 കിലോ, കക്കൂസ് കഴുകുന്ന ബ്രഷ്, വീട്ടിൽ ലിസ്റ്റൊക്കെ ആയിട്ട് വീട്ടിന്റെ ലിസ്റ്റും കൂടെ ഇതിനകത്ത് നിങ്ങൾ അവിടെ തന്നെ നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾ ഒരു വൃത്തിമേനൊക്കെ വേണ്ടേ കാര്യങ്ങൾ? ഒരു മര്യാദക്ക് ഞാൻ പറഞ്ഞില്ലേ സാർ, ഉണ്ട് സാർ, ഇതിനകത്ത് എല്ലാം ഉണ്ട് സാധനം. അതിങ്ങ് പറന്ന് വന്ന്. പോക്കുവരവുണ്ടോ? പോക്കുവരവുണ്ടോ? 6 മാസം കൊണ്ട് പോക്കുവരവേ ഉള്ളൂ, കാര്യമൊന്നും നടക്കുന്നില്ല. എന്താ സാറേ? പോക്കുവരം എന്താ നൂല് അറിഞ്ഞൂടാ. പോക്കുവര സർട്ടിഫിക്കറ്റ് സാർ അത് മേടിക്കായിരുന്നല്ലോ സാർ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോഴത്തേക്ക് ഈ ബാധ്യത സർട്ടിഫിക്കറ്റിന്റെ കൂടെ പറഞ്ഞിട്ട് അതും കൂടെ മേടിച്ചോണ്ട് നിങ്ങൾ നോക്കും, കുത്തിരി നോക്കും. പോക്കുവരം കാണുവാൻ നോക്കട്ടെ. കൊറേ നാളായല്ലോ സാർ കയറി ഇറങ്ങുന്നു. മീൻ മേടിച്ചു കൊടുക്കാൻ. പോക്കുവരവ് അയ്യോ മോഹൻലാലിന്റെ സിനിമയാ സാറേ. അത് നെറ്റ് സ്ലോ ആണ്. അത് ഇടയ്ക്കൂടെ സിനിമയും കൂടെ കാണുന്നത്. ഞങ്ങൾക്ക് ഇത് ഒരു സമാധാനമൊക്കെ വേണ്ടോ? ഇത് കിട്ടില്ല. ഇനി ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എടുത്തോ സാറേ. ഇതിൽ ഏതാ ഓണർഷിപ്പ്? ഇവിടെ ഇരിക്കണേ എടുത്തോണ്ട് പോകും. നിങ്ങൾ അതിനകത്തില്ല. നിങ്ങൾ പോയി എടുത്ത് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എടുത്തോണ്ട് പോയി വീട്ടിൽ പോയി എടുത്തോണ്ട് ഞാൻ വരാം. കാരണം നാളെയെങ്കിലും വസ്തുവിന്റെ കച്ചവടം നടക്കണം. നാളെ ഇനിയുണ്ട് സമയം. നിങ്ങൾ പോയി എടുത്തോണ്ട് വരൂ. ഞാനിവിടെ ഇരിക്കല്ലേ മല പോലെ. അതും കൂടെ മതിയാവുമല്ലോ. അത് എടുത്തോണ്ട് വരൂ. ഞാൻ എടുത്തോണ്ട് വരും. അത് മതി. തീർന്നു, എന്റെ കാര്യം തീർന്നു. ഇനി ഒറ്റ സർട്ടിഫിക്കറ്റിന്റെ കേസേ ഉള്ളൂ. ഒരു മനസാക്ഷി കാണുകയാണ്. എന്റെ കാര്യം എന്തായി? എന്താ എന്റെ കാര്യം എന്തായെന്ന്? OTP വരട്ടെ. ആ സാർ എപ്പോ വരും? OTP സാറല്ല, 1 ടൈം പാസ്വേഡ് എന്ന് പറയും. ആ പാസ്വേഡ് വന്നാൽ മാത്രമേ നിങ്ങളുടെ മൊബൈൽ വല്ല സൗണ്ട് വല്ലതും കേട്ടിരുന്നോ? ക്ലിങ്ങോന്നൊരു സൗണ്ട് കേട്ടു. അവൻ മെസ്സേജ് വന്നിട്ട് നോക്കട്ടെ. അത് കയ്യിൽ വെച്ചു. എന്നിട്ട് മൊബൈലിൽ എടുക്കൂ. ഇരിക്കും വേണമെങ്കിൽ കുറച്ച് ഇരുന്നോളൂ. 66 റബ്ബർ ഉണ്ടല്ലോ. അത് ഇതിനകത്ത് ക്ലിങ് വരില്ല. അതെന്താ മക്കളെ? ഇത് മെസ്സേജ് ഒന്നും വന്നിട്ടില്ല മാമ. ഇല്ലേ? ഇത് നിങ്ങൾ ക്ലിങ് സൗണ്ട് കേട്ട വേറെ ഒന്നുമല്ല. ഈ റബ്ബറിൽ വിരലിന്റെ നഖം കൊണ്ടപ്പോ ക്ലിങ് എന്ന് കേട്ടതാ. അല്ല, മെസ്സേജ് വരില്ലത്. ഇനിയിപ്പോ ചെയ്യേണ്ടത് വീട്ടിൽ ചെന്നിട്ട് മക്കളോ ചെറുമക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഒരു ഫോൺ നമ്പർ വാങ്ങി ഇവിടെ കൊണ്ടുവരണം. അപ്പൊ ആ ഫോൺ നമ്പർ വരുന്ന സമയത്ത് ഞങ്ങള് അതിവിടെ എൻറ്റർ ചെയ്യും. എങ്കിൽ മാത്രമേ പ്രോസസ്സ് തുടങ്ങുള്ളൂ. അങ്ങനെ നടക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ നമ്മൾ ഒരു നമ്പർ കൊടുത്തതിന് ശേഷം നമ്മൾ മേലധികാരികൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവിടെ നിന്ന് വീണ്ടും ഒരു OTP വരും. അവിടെ ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ടാവും. ആ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് വില്ലേജ് ഓഫീസിലേക്ക് ഇത് ചെല്ലും. വില്ലേജ് ഓഫീസിലെ ഓഫീസർമാർ ഇതിന് അനുമതി നൽകിക്കൊണ്ട് നമുക്കൊരു കൺസെന്റ് തരും. ആ കൺസെന്റ് വാങ്ങിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ എൻറ്റർ ചെയ്യുമ്പോൾ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അന്നേരത്ത് എന്തെങ്കിലും നെറ്റിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുള്ളൂ. അത് ബാക്കിയെല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പൊ OTP നമ്പർ എടുത്തിട്ട് വരും. പറഞ്ഞെല്ലാം മനസ്സിലായല്ലോ? ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇനി ഈ പേരും പറഞ്ഞ് ഇനി മേലാൽ ഇങ്ങോട്ട് വരരുതേ എന്ന്. എല്ലാം മനസ്സിലായി കേട്ടോ. ഒന്ന് മാറിയാണ്, ഒന്ന് മാറി. ഇതെന്തോടാ ഇത്? എന്നെ ഇപ്പൊ അങ്ങോട്ട് ഇറക്കി. ഒരു മനുഷ്യത്വം കാണിക്കടോ. അയ്യോ, മനുഷ്യത്വം കണ്ടു. മനുഷ്യത്വം കണ്ടു അല്ല, മനുഷ്യത്വം. ആ കിളവനങ്ങ് പോയോ എന്തോ? അതെല്ലാം ഇവിടെ വീട് ചത്തുണ്ടോ? മനുഷ്യത്വം. ഓണത്തിലെ എന്താ? ഓണത്തിലെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്. ഇവരൊക്കെ മുന്നാധാരം. മുന്നാധാരം പിന്നാധാരം. എന്ത് കോപ്പറാണോ കാണിക്കുന്നത്? വേറെ ഒന്നുമില്ല സാറേ, ഇത്രയും പേപ്പർ കിടക്കല്ലേ, അതുകൊണ്ട് മുന്നാധാരം മുന്നിലും വെക്കും, പിന്നാധാരം ഇവിടെ വെക്കും.
എടുക്ക ഇത് നിങ്ങളെ ഒന്നും പറഞ്ഞിട്ട് കാര്യം നിങ്ങളൊക്കെയാണ് സമയം മെനക്കെടുത്തുന്നത്. ഒരു സ്ഥാപനത്തിൽ വന്ന് കയറിയ അയ്യോ ഞാൻ എന്തോ സമയം എടുത്തു ഇത്ര ഉള്ള സാധനങ്ങൾ ഇത് ഇവര് പറഞ്ഞിട്ട് അവരെ പേപ്പർ എളുപ്പിച്ചത്. ഒഴിമുറിയില്ലേ? ഒഴിഞ്ഞൊരു മുറി ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ അളിയനും പെങ്ങളും വന്ന് താമസിക്കുക. അവർക്ക് അവിടെ വീട് പണി നടക്കുക. കാറ്റ് വീട്ടിൽ തോറ്റി. സാമാന്യ ബോധം വേണം അവിടെ. ഒരു സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എന്താണ് സംസാരിക്കേണ്ടത് മിനിമം ഒരു ബോധം ഉണ്ടാവണം നിങ്ങൾക്ക്. ഒഴിമുറി അതല്ല. നിങ്ങൾ എത്ര മക്കളാ? 3 മക്കള്. നിങ്ങൾ ഒരാളായിരുന്നു കുഴപ്പമില്ലായിരുന്നു. അത് അച്ഛൻ വിചാരിക്കണ്ടേ? എന്താ അല്ല അങ്ങനെ സാർ അങ്ങോട്ട് വിളിക്കില്ലേ? ഇവിടെ നിരിടോ, ഇവിടെ നിരിടോ. എനിക്ക് ഹൈറ്റ് കിട്ടുമെന്തോ. എവിടെ? ബാക്കിൽ. അല്ല ഞാൻ ബാക്കിൽ, ബാക്കിൽ, ഞാൻ ഇവിടെ നിന്നേ. ബാക്കിൽ, ഞാൻ ഇവിടെ ബാക്കിൽ. നീ വന്നേ. അരമണിക്കൂർ മുമ്പ് ഞാൻ ഏറ്റവും ഫ്രണ്ട് ചെയ്യുന്നവനാണ്. ഇത് പറഞ്ഞതിനാണ് എന്നെ തോൽ അങ്ങ് കവലേനെ അവിടെ കൊണ്ട് നിർത്തിയത്. പഴ പറഞ്ഞു ഞാൻ ചോദിക്കുന്നില്ലായിരുന്നു. ഒന്ന് സുഹൃത്തെ ഞാനൊന്നും മിണ്ടാതെ ഇവിടെ നിൽക്കരുത്. ഒന്ന് ഇത് കാര്യം നടക്കും. പിന്നെ എന്റെ അമ്മായിമാരുടെ കൂടെ അല്ലേ കാര്യങ്ങളൊക്കെ ഓടി വന്നോണ്ടാ ചെയ്യാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് 2 സഹോദരങ്ങൾ കൂടി ഇല്ലേ? ഉണ്ട് ഉണ്ട്. അവർക്ക് ഇതിൽ ബുദ്ധിമുട്ടില്ല എന്ന് അവർ എഴുതി തരണം. അമ്മ സത്യം അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല. എന്റെ സഹോദരങ്ങളല്ല. അവര് പറഞ്ഞ് ചേട്ടനത് കിട്ടിക്കോ, അവർക്ക് അത്യാവശ്യം ജീവിക്കാം. നിങ്ങളോടല്ലേ ഞങ്ങളോട് പറഞ്ഞോ? ഞങ്ങൾക്ക് ബോധ്യപ്പെടണ്ടേ? ഇപ്പൊ എന്താ വേണ്ട? നാളെങ്കിലും ആളെ കൊണ്ടുവരണോ? സാറിത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇതെല്ലാം കൂടെ ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് ചെയ്യുമായിരുന്നില്ല. ഞാൻ ഇപ്പൊ കേറി ഇറങ്ങി നടക്കുക. ഇപ്പൊ 6 മാസം കൊണ്ട് കേറി ഇറങ്ങി. ഇത് ആരുടെ ആവശ്യമാണ് പുഷ്പ? ആവശ്യമാണ്. അതല്ലേ ആവശ്യമാണോ? ഇത് നിങ്ങളുടെ ആവശ്യമല്ലേ? അപ്പൊ നിങ്ങൾ കേറി ഇറങ്ങി നടന്നല്ലേ പറ്റൂ. പിന്നെ പൊയ്ക്കോ, പോയി കൊണ്ടുവാ. വേറെ വല്ലതും വേണം പറയണേ സാർ അത്യാവശ്യമായിട്ട്. അത് അന്നേരം പറയും. പൊയ്ക്കോളൂ. സമയമൊന്നും എടുത്തില്ല. ഞാൻ ഒന്ന് വരുവേ. അവിടെ കൊണ്ടുപോയി തലവേദന എടുത്ത് കൊണ്ടുപോകണം. അവിടെ കൊണ്ടുപോയി. അതെ റേഷൻ കാർഡിലെ മാഡം എന്റെ അച്ഛന്റെ പേരൊന്ന് മാറ്റണം. അച്ഛന്റെ പേര് സത്യശീലൻ. എന്താ കുഴപ്പം? നല്ല പേരല്ലേ? അല്ല സത്യശീലൻ നല്ല പേരൊക്കെ തന്നെ. പക്ഷെ അമ്മ അച്ഛനും കൂടെ ഈ ഇടയ്ക്ക് വഴക്ക് കൂടി. ഭയങ്കര വഴക്കായിരുന്നു. ഈ വഴക്കിനിടയ്ക്ക് അമ്മ അച്ഛനോട് പറയണ് ഈ സത്യശീലൻ എന്റെ അച്ഛനല്ലെന്ന്. ഇത് കേട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര കുറ്റബോധമായിപ്പോയി മാഡം. അതായത് ഈ വല്ലവന്റെ പേരിൽ അറിയപ്പെടുന്നത് പോട്ട് മാഡം. അല്ലാതെ ഈ പഞ്ചാര അരിയൊക്കെ മേടിച്ച് തിന്നണത് മോശമല്ലേ? അതാണ്. അപ്പൊ ഇനിയെങ്കിലും സ്വന്തം അച്ഛന്റെ പേരിൽ പഞ്ചാര അരിയൊക്കെ മേടിച്ച് തിന്നാന്ന് കരുതി. ജോലി ജീവിക്കാൻ വയ്യ. അല്ല റേഷൻ വേണമല്ലോ. അപ്പൊ അതിപ്പോ അച്ഛന്റെ പേരൊന്നും. ശരി അച്ഛന്റെ പേര് ഇപ്പൊ എന്തായിട്ടാ മാറ്റം? അപ്പൊ ഈ വഴക്കിന്റെ ഇടയ്ക്ക് അമ്മയുടെ വായിന്ന് വീണത് കിഴക്കേല പീതാംബരൻ എന്നാണെന്നൊരു സൂചനയുണ്ട്. സൂചന മാത്രമേ ഉള്ളൂ. സൂചന അങ്ങനെ കേട്ടത്. എന്തോ ഇപ്പൊ ചെയ്യല്ലേ, അടുത്ത വഴക്കിനോട് മാറ്റി പറഞ്ഞ നമ്മളെന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്താൽ താൻ വീട്ടിൽ പോയിട്ട് അമ്മയോട് ചോദിച്ചൊന്ന് കൺഫേം ചെയ്യ് അച്ഛന്റെ പേരെന്താന്ന്. എന്നിട്ട് താൻ വാ. അടുത്ത വഴക്ക് കിടക്കണ്ടേ? അതെപ്പോഴാന്ന് വെച്ചാൽ നടത്തിയിട്ടേ അത് കേട്ടിട്ട് വാ. അല്ലെങ്കിൽ പിന്നെ ഡെയിലി ഈ പേര് മാറ്റേണ്ടി വരും കേട്ടാ. കൊണ്ടുപോകും ഓരോന്ന് വന്നോളൂ. ഇനി അടുത്ത വഴക്ക് ഇനി എപ്പോഴും നടക്കും. അതുവരെ ഞാൻ ഇനി കാത്തിരിക്കണം. ഇപ്പൊ ഇറങ്ങാവുന്ന കേസേ ഉള്ളൂ. അടികൂടല്ലേ? കോൺക്രീറ്റ് പണി കഴിഞ്ഞ് അവിടെ പണി സൈറ്റിൽ നിന്ന് വിളിച്ചോണ്ട് വന്നതാ. ഞാനാണെങ്കിൽ പമ്പിൽ നിൽക്കുകയാണ്. അവർ രണ്ടുപേരെ ഞാൻ വിളിച്ചിറക്കൊണ്ട് ഹലോ മിസ്റ്റർ, മനുഷ്യത്വം കാണിക്കടോ. അതല്ല ഈ ഒന്നോർത്തും പമ്പിലിരിക്കുന്ന കൊണ്ടുവരൂ. പേര് നിങ്ങളുടെ എല്ലാം ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്. പക്ഷെ ആളെ കണ്ടെങ്കിലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അയാളുടെ ഇത് ബാക്കി ആധാരവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ നേരം കൊണ്ട് സമയം കളയണ്ട. വെച്ച് ഇവിടേക്ക് അങ്ങനെ അടുത്ത ആള് വരും. അപ്പൊ ഓക്കേടാ, സന്തോഷം. വൈകുന്നേരം കേട്ടാ. വൈകുന്നേരം കോൺക്രീറ്റ് കുറച്ചോണ്ടിരിക്കുന്നു. അവർക്കൊരു കോൺക്രീറ്റ് ഇതാണ് അവരുടെ ആധാറിന്റെ കോപ്പി. അവരുടെ ആധാറിന്റെ കോപ്പി. ഒരു മിനിറ്റ് സാറേ, ആളെ കണ്ടതേ ഉള്ളു. എനിക്ക് വയ്യ. മറ്റവന്റെ ആധാറിന്റെ കോപ്പി എടുത്തോട്ടെ. എല്ലാം ഇതൊന്ന് പിടിക്കാവോ സാറേ? രേഷ്മേ, ഇതാണ് ഇപ്പൊ എന്റെ ജോലി. മറ്റവന്റെ ആധാറിന്റെ ഞാൻ അതില്ലാന്നും പറഞ്ഞിട്ട് എന്റെ ആധാരം എവിടെ ഇരിപ്പുണ്ട്? എല്ലാം ഉണ്ട് അതിനകത്ത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഇപ്പൊ കാണുന്നില്ല. എന്റെ പറ്റി സാറേ, ഈ മുന്നാധാരത്തില് നിങ്ങളുടെ അപ്പൂപ്പന്റെ തമ്പില്ല. അപ്പൂപ്പന് അമ്പില്ലേ? തമ്പ് ഇംപ്രഷൻ വേണം നമുക്ക്. അതിപ്പോ അത് കൊണ്ടുവരണം.
സ്കൂട്ടർ ഓടിച്ച് പഠിക്കാനല്ല പറഞ്ഞത്. സാർ ഇതൊക്കെ എടോ, വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്തെങ്കിൽ മാത്രമേ വേണ്ട വിധത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. താൻ കരയേണ്ട കാര്യമില്ല. അപ്പനെ കൊണ്ടുവന്നാ പോരെ. തീർന്നല്ലോ. നിങ്ങൾ ഇപ്പൊ രണ്ടുപേരെ കൊണ്ടുവന്നില്ലേ നിങ്ങളുടെ സഹോദരങ്ങളെ? അതുപോലെ അപ്പൂപ്പനോടെ കൊണ്ടുവരൂ. അപ്പൊ തന്നെ കാര്യങ്ങൾ തീർത്തു തരാം. നാളെ കച്ചവടം നടക്കും. നാളെ കച്ചവടം നടക്കാം. പോയി നാളെ കച്ചവടം നടക്കണം. അത് കൂടെ കൊണ്ടുവന്നാ പിന്നെ സാറിന് ഒന്നും അപ്പൂപ്പൻ മരം ഒന്ന് കയറ്റി വിടണം. ഓ ഞാൻ ലോഡിങ് ഇറങ്ങി എടുത്തോണ്ട് തരാം. സാറേ ഒന്ന് പോയിട്ട് വാ. സാറേ ഞങ്ങളുടെ കാര്യം ഭിന്നാധാരം ഒക്കെ ഇതാ കിടക്കും. സാറേ ഞങ്ങൾ നിങ്ങൾ ഇവിടെ നിൽക്കൂ. അവിടെ നിൽക്കൂ. ഞങ്ങളെ കാര്യം ഞങ്ങളുടെ കാര്യം അവിടെ നിക്കട്ടെ. താൻ ആദ്യം തന്റെ കാര്യം പറ. അവരുടെ കാര്യം പിന്നെ പറഞ്ഞോളൂ. അയ്യോ ഈ കാര്യം തന്നെ എന്റെ കാര്യവും. നിങ്ങളുടെ ആരെങ്കിലും ആണോ അവര്? പിന്നെ അതെ, ഞാൻ വിധവാ പെൻഷന് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ആ അപ്പൊ എനിക്ക് വരുന്നത് കിസാന്റെ പൈസയാ വരുന്നത്. ഓക്കെ. നിങ്ങളുടെ പ്രശ്നം? എനിക്ക് വിധവാ പെൻഷൻ. സാറേ അല്ല ഞങ്ങളെ പിന്നെ ഞാനിവിടെ മറ്റേ സാറ് പറഞ്ഞത് പൂരിപ്പിച്ച് കൊടുത്തായിരുന്നു. ഞാനും കൊടുത്തായിരുന്നു. അക്ഷരാഭ്യാസം ഇല്ലാത്ത താൻ എങ്ങനെയാണോ പൂരിപ്പിച്ചു കൊടുക്കുന്നത്? അല്ല കിസാന്റെ 2000 രൂപ സാറ് പറഞ്ഞ് പൂരിപ്പിച്ച് കൊടുക്കാൻ പറഞ്ഞില്ലേ? അത് ഞാൻ പൂരിപ്പിച്ച് കൊടുത്ത സാറ്. എന്നിട്ട് അപ്പൊ എനിക്ക് അക്ഷരം അറിയാത്തതുകൊണ്ടേ ഈ പുള്ളി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ കക്ഷി എഴുതുന്നത് കണ്ട് അതുപോലെ ഞാൻ പൂരിപ്പിച്ച് കൊടുത്തു. അങ്ങനെയാണോ? എന്നിട്ട് എന്താന്നറിയാം 3 മാസം കൊണ്ട് വിധവാ പെൻഷൻ എനിക്ക് വരുവാ. അല്ല എനിക്ക് പേരെന്താ? എന്റെ പേര് തുളസി. നിങ്ങളുടെ? തുളസി. രണ്ടുപേരുടെയും പേര് തുളസി. ആ കൊള്ളാം, നന്നായിട്ടുണ്ട്. രണ്ടുപേരും മാറി മാറി എഴുതി കൊടുത്തു സാറേ. രണ്ടും ഒരേ പേരല്ലേ? ഇനിയിപ്പൊ എന്താ ചെയ്യും സാറേ? എന്താന്ന്? ഇതിപ്പോ നിങ്ങൾക്ക് രണ്ടുപേരും കൃത്യമായിട്ട് പൈസ കിട്ടുന്നുണ്ട്. വിധവാ പെൻഷനും കിസാന്റെ പൈസയും കിട്ടുന്നുണ്ട്. ഇതിപ്പോ നിങ്ങൾക്ക് രണ്ടുപേരും ഒരു വീട്ടിലേക്ക് ഇത് വരണം അല്ലേ? അല്ല എനിക്ക് എന്റെ കിസാന്റെ മതി, വിധവ അവരുടെ അടുത്തോട്ട്. എനിക്ക് പെൻഷൻ മതി. ഞാനൊരു ഐഡിയ പറയാം. നിങ്ങൾ ഒരു വീട്ടിലേക്ക് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ കുഴപ്പമില്ലാത്തൊരു കാര്യമുണ്ട്. എന്നാലും നിങ്ങൾ പരസ്പരം നിങ്ങൾ കല്യാണം കഴിച്ച ആളല്ലല്ലോ. അല്ല സാർ, അല്ല നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അവർക്കൊരു ജീവിതം കൊടുത്തു കഴിഞ്ഞാൽ ഈ കിസാന്റെ പൈസയും ഈ വിധവാ പെൻഷൻ ഒരേ വീട്ടിൽ തന്നെ കിട്ടില്ലേ? അതൊന്നും ശരിയാവത്തില്ല സാറേ, അതൊന്നും നടക്കുകയല്ല സാറേ. നല്ല നല്ല ഐഡിയ ആണ്. നല്ല ഐഡിയ ആണ്. വേണ്ട സാറേ. എങ്കിൽ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ രണ്ടുപേരും ഫോൺ നമ്പർ തരും. അപ്പൊ ഒരു OTP വരും. അപ്പൊ OTP വരുമ്പോ അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട്. ഞാൻ ഒരു കാര്യം ഞങ്ങൾക്ക് ചെയ്യാം. ഒരു പെൻഷനും വേണ്ടേ? ഞങ്ങൾ ഒരുമിച്ചൊക്കെ താമസിച്ചോളാം സാർ. പ്രോസസ്സിംഗ് നടന്നാൽ ഒരു പ്രോസസ്സിംഗ് വേണ്ട, ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചോളാം. OTP ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്? ഒരു കുഴപ്പമില്ല സാറേ. ഈ പ്രോസസിംഗ് നടന്ന് വരുമ്പോഴേ കാര്യം നടക്കില്ല. അതിനേക്കാളും എടോ ഇതാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കണം വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും. അപ്പൊ കൊണ്ടുവരും. പാവം. നിങ്ങൾ എന്തിനാ നിക്കുന്നേ? ഇനിയിപ്പോ ലഞ്ച് ബ്രേക്ക് ആണ്. അതെ, ആ ബ്രേക്ക് കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യും. നിങ്ങൾ പോയി ഫുഡെല്ലാം കഴിച്ചിട്ട് വരും. ഓക്കെ, കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യാം. ഡോക്യുമെന്റ്സ് എന്നിട്ട് പോകും. പുള്ളി ഊമയാണ് ഡോക്യുമെന്റ്സ് പാവം. സാറേ എന്നാ സാറേ കൊച്ചിനെ കൊണ്ടുവന്നു സാറേ, ഈ തമ്പെടുത്ത് വെച്ച് എവിടാന്ന് വെച്ചാ കുത്തിയിട്ട് എന്താണ് കാണിക്കുന്നത്? ആ വസ്തു ഒന്ന് ശരിയാക്കി താ സാറാ പ്രമാണം. അപ്പൂപ്പ സാറേ കുഴിന്ന് മാന്തി എടുത്ത് അപ്പൂപ്പനെ വരെ കൊണ്ടുവന്നു. ഇനിയെങ്കിലും എന്റെ ആ പ്രമാണം ഒന്ന് ക്ലിയർ ആക്കി താ സാറേ. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ പുഷ്പ. ഇനിയും ഇത് പുഷ്പന്റെ അപ്പൂപ്പനാണ് എന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടോ? എന്റെ പൊന്ന് സാറേ, സാറൊരു ഉപകാരം ചെയ്യാവോ? ഈ അപ്പൂപ്പനെ കുഴിച്ചെടുത്ത കുഴി അവിടെ കിടപ്പുണ്ട്. ആ കുഴിയിൽ ഈ അപ്പൂപ്പനെ എന്നെ ഇട്ടൊന്ന് മൂടിത്തരാവോ? രേഷ്മേ സാറേ